ഭൂമിയിലെ ഔഷധഗുണമില്ലാത്ത സസ്യങ്ങൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുവാൻ വേണ്ടി ബ്രഹ്മാവ് മഹാമുനിയെ ലോകത്തിലേക്ക് അയച്ച ഒരു പാരമ്പര്യ കഥ ഹിന്ദു പുരാണത്തിലുണ്ട്. മഹാമുനി 40 വർഷങ്ങൾ ഭൂമിയിലുടനീളം അലഞ്ഞ് നടന്ന് തിരികെ ചെന്ന് ബ്രഹ്മാവിനോട് ഇങ്ങനെ പറഞ്ഞത്രേ, ന ജഗത്തേവ മനൌഷധം, ഭൂമിയിൽ ഔഷധ ഗുണം ഇല്ലാത്തതായി ഒരു സസ്യം പോലും ഇല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് മരുന്ന് എന്ന് പുരാതന ആചാര്യന്മാർ എല്ലാവരും തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രറ്റസ് എന്താണ് എഴുതിയത്? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾക്ക് മരുന്ന്, നിങ്ങളുടെ മരുന്നാണ് നിങ്ങളുടെ ഭക്ഷണം. ഇനി ആയുർവേദത്തിലും മറ്റ് മരുന്നുകളല്ല നിങ്ങളെ പോഷിപ്പിക്കേണ്ടത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ മരുന്നിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതാക്കി മാറ്റുക. അത് വേണ്ട വിധത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ ആരോഗ്യത്തിൽ ജീവിക്കാൻ സാധിക്കും. നമ്മൾ ഡയറ്റ് എന്ന പദം ഉപയോഗിക്കാറുണ്ടല്ലോ, ഡിയേത്ത എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ഈ ഡയറ്റ് വരുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? ജീവിതശൈലി. അപ്പോൾ ജീവിതശൈലി ശരിയാക്കി കഴിഞ്ഞാൽ, ഭക്ഷണത്തിൻ്റെ രീതി ശരിയാക്കി കഴിഞ്ഞാൽ നമ്മളെ രോഗം വന്ന് തൊടില്ല എന്നർത്ഥം. ഇനി ഭാരതീയ ആചാര്യന്മാരും ചൈനീസ് ആചാര്യന്മാരും ഈജിപ്തുകാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചൈനക്കാർ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിന് നൂച്ചി ഗുസൂയി എന്നാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ മെഡിസിനാണ് ഭക്ഷണം, ഭക്ഷണമാണ് മെഡിസിൻ. ഈജിപ്ഷ്യൻസ് എന്താ പറയുക? അവർ പറഞ്ഞത് വാട്ട് യു ഈറ്റ് യു ബിക്കം, നിങ്ങൾ കഴിക്കുന്നതായി നിങ്ങൾ മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ക്ഷമയോടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ മരുന്നാക്കി മാറ്റാം, ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ഇന്ന് ചിന്തിക്കാം. ക്ഷമയോടെ അത് കേൾക്കണേ. 1, നല്ലത് കഴിക്കുക. ആചാര്യന്മാർ പറഞ്ഞിരിക്കുകയാണ് നല്ലത് കഴിക്കുക. നല്ലതെന്ന് പറയുമ്പോൾ ഭാരതീയ ചിന്തയിൽ സാത്വിക ഭക്ഷണം. എന്താണ് സാത്വിക ഭക്ഷണം? പോഷകം നിറഞ്ഞത്, നാരുകൾ നിറഞ്ഞത്, ജലാംശം കൂടുതലുള്ളത്, എരിവും പുളിയും ഉപ്പും മധുരവും കൂടി നിൽക്കാത്തത്, അതാണ് നല്ല ഭക്ഷണം. എരിവ് വേണ്ട, പുളി വേണ്ട, ഉപ്പ് വേണ്ട, മധുരം വേണ്ട എന്നൊന്നും പറയുന്നില്ല. എല്ലാം കൂടി നിൽക്കുന്ന ഭക്ഷണം താമസിക ഭക്ഷണമാണ്. എല്ലാം നോർമലായിട്ട് നിൽക്കുന്ന ഭക്ഷണം സാത്വിക ഭക്ഷണമാണ്. അപ്പോൾ പോഷകാഹാരങ്ങൾ കഴിക്കുക, വൈറ്റമിൻസ് നിറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ തന്നെ നമ്മുടെ പല അസുഖങ്ങളും മാറും. മരുന്നിലൂടെ അല്ല, ഭക്ഷണ ക്രമീകരണത്തിലൂടെ, ക്രമത്തിലൂടെ എന്തെല്ലാം രോഗങ്ങൾ നമുക്ക് മാറ്റാനാവും. ഒട്ടുമിക്ക രോഗങ്ങളും ഭക്ഷണം ക്രമപ്പെടുത്തുന്നതിലൂടെ മാറ്റാനാവുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ശാസ്ത്രം. അപ്പോൾ നല്ലത് കഴിക്കുക, നല്ലത് മാത്രം കഴിക്കുക. ഫാസ്റ്റ് ഫുഡും ഫാസ്റ്റ് ഡെത്തും വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന സാധനമാണ്. പ്രോസസ്ഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മരണം പെട്ടെന്ന് വരും. അതെപ്പോഴും ഓർത്തേക്കണം. ഇനി പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ചേർത്ത ഏതാനും കാര്യങ്ങൾ. സോൾട്ടി ഫുഡ്, ഭയങ്കര സോൾട്ടി ഫുഡ് നമ്മെ രോഗത്തിലേക്ക് നയിക്കും. ഷുഗറി ഫുഡ്, ഭയങ്കരമായ മധുരമുള്ള ഫുഡ്, അത് നമ്മളെ വല്ലാതെ രോഗാവസ്ഥയിലേക്ക് നയിക്കും. സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് കൊക്കക്കോളയോ പെപ്സിയൊക്കെ പോലുള്ള ഡ്രിങ്ക്സ്, അത് സ്ഥിരം കഴിച്ച് മരണത്തിലേക്ക് കൂപ്പുകുത്തി പോകുന്നവരുടെ എണ്ണം വളരെ അധികമാണ് ഇക്കാലത്ത്. അപ്പോൾ ഈ എന്നീ 3 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ ജീവിതം കുറച്ചും കൂടി സുഖകരമായിട്ട് മാറും. 2, നന്നായി കഴിക്കുക. നല്ലത് കഴിക്കുക. 2, നന്നായി കഴിക്കുക. നന്നായി കഴിക്കുക എന്ന് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുമ്പോൾ നല്ലവണ്ണം കഴിക്കുക, ഒരുപാട് കഴിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയല്ല. കഴിക്കുമ്പോൾ ഒരു ക്രമമുണ്ട്. പണ്ടത്തെ അമ്മമാരെയൊക്കെ ഓർക്കുക, അവർ അടുക്കളയിലേക്ക് കയറുന്നത് അമ്പലത്തിലേക്ക് കയറുന്ന പോലെയാണ്. കുളിച്ച് തുളസിക്കതിരൊക്കെ ചൂടി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ്. കാരണം ഒരു പ്രാർത്ഥനയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പ്രണയാതുരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കുക്കിങ്.
ഇനി കുക്കിംഗ് ചെയ്യുന്ന ആളുടെ മാനസികാവസ്ഥ ഭക്ഷണത്തെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ഉപ്പ് രസം ചേർക്കലാണ്. അതാണ് കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നത്. അതേ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, നന്മയോടുകൂടി ഒരാൾ കുക്ക് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ ശരീരത്തിൽ 2-3 ഇഞ്ച് വ്യാസത്തിൽ എതറിക് ബോഡി ഉണ്ട്. ഈ എതറിക് ബോഡിയെ ഔറ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വളരെ സന്തോഷവും സ്നേഹമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ഔറ നിങ്ങൾ തൊടുന്നതിനെല്ലാം തൊടും, നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ തൊടും. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യത്തോട് വെറുപ്പോടെയൊക്കെയാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ദേഷ്യം ഭക്ഷണത്തിലേക്ക് വരുന്നുണ്ട്. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നിങ്ങൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണത്തിലേക്ക് ആ വാത്സല്യവും സ്നേഹവും അലിഞ്ഞു ചേരും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണം അത് നന്നായി കുക്ക് ചെയ്ത ഭക്ഷണമാണ്. അത് നന്നായിട്ട് കഴിക്കുക. നന്നായി കഴിക്കുക എന്ന് പറയുമ്പോൾ, ഒന്ന്, നിങ്ങൾ വളരെ ടെൻസ്ഡായിട്ടിരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. കാരണം ശരീരത്തിലെ കെമിക്കൽ പ്രവർത്തനങ്ങളൊക്കെ നെഗറ്റീവാണ്. ഹോർമോണൽ പ്രവർത്തനങ്ങളെല്ലാം നെഗറ്റീവാണ്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾക്ക് വിഷമായി മാറുന്നു. 2, നിങ്ങൾക്ക് വല്ലാത്ത വെറുപ്പുണ്ട്, ആരോടെങ്കിലൊക്കെ ദേഷ്യമുണ്ട്, നെഗറ്റിവിറ്റി നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾ പുകഞ്ഞെരിഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കരുത്. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് തന്നെ പോയിസനായി മാറും. അല്പാൽപമായി ആ പോയിസൺ നിങ്ങളെ തിന്നു തീർക്കുകയും കൊന്നു തീർക്കുകയും ചെയ്യും. 3-മതായിട്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ തിടുക്കത്തിൽ കഴിക്കരുത്. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിനൊരു പ്രോസസ്സുണ്ട്. നല്ല ഭക്ഷണം കാണുമ്പോൾ, ഓർക്കുമ്പോൾ സലൈവ വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആ ഭക്ഷണത്തെ നിങ്ങളിലേക്ക് ലയിപ്പിച്ചെടുക്കാൻ ആദ്യം വേണ്ടത് സലൈവയാണ്. ഈ സലൈവയിലുള്ള ചില എൻസൈംസ് ഭക്ഷണത്തെ വിഘടിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, സലൈവ ഭക്ഷണത്തിൽ ചേർന്ന് കഴിയുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ഉരുളകളായിട്ട് നിങ്ങളുടെ ആമാശയത്തിലേക്ക് എത്തപ്പെടുന്നു. അതിന് സുഗമമാക്കാൻ വേണ്ടിയാണ് ഈ ഉമിനീര്. നിങ്ങൾക്ക് എന്തിനാണ് പല്ല് തന്നിരിക്കുന്നത്? പല്ല് ഒരു മില്ലാണ്. ആ മില്ലിൽ പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന, ദൈവം ഒരുക്കിയിരിക്കുന്ന കുറേ നാച്ചുറൽ ഏജൻസാണ്. അവരുടെ ജോലി ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ സാറ്റിയേറ്റി സിഗ്നൽ എന്ന് പറയുന്ന സിഗ്നലുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞെന്നുള്ള ഫീൽ വരും. അതിനാണ് സാറ്റിയേറ്റി സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ധൃതി പിടിച്ച് വെട്ടി പിഴുകുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരുപാട് കഴിക്കും, പക്ഷെ അപ്പോൾ തൃപ്തി തോന്നുന്നില്ല. കാരണം ബോഡി അതിന് ഒടുങ്ങിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വലിയ ധൃതിയിൽ തിടുക്കത്തിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ശരീരത്തിന് ദ്രോഹമാണ്. ആയുർവേദം പറയുന്നത് എന്താണ്? ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ ആ ഭക്ഷണം നിങ്ങളുടെ വായിലേക്ക് ഇട്ടൊരു 32 പ്രാവശ്യമെങ്കിലും അത് ചവച്ചരക്കണം. ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ വല്ല ബോധവും നമുക്കുണ്ടോ? അടുത്തത്, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി കഴിക്കുക എന്ന് പറഞ്ഞാൽ ബോധത്തോടെ കഴിക്കുക എന്നുകൂടെ അർത്ഥമുണ്ട്. കാരണം ഭക്ഷണം കഴിക്കലൊരു പ്രാർത്ഥനയാണ്. അതൊരു പ്രണയാതുരമായൊരു പ്രവൃത്തിയാണ്. ഈ പ്രണയവും പ്രാർത്ഥനയും ഭക്ഷണം കഴിക്കലിലും ഒന്ന് ചേരണം. അങ്ങനെ ഒരു ബോധത്തോട് ചെയ്യണം. നമ്മൾ പലരും എന്താ ചെയ്യുന്നത്? ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെക്കും, TV ഓണാക്കും, മൊബൈൽ ഓണാക്കും. ഇതൊക്കെ കണ്ടും കേട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അവിടെ ശ്രദ്ധയൊന്നുമില്ല, സ്നേഹമില്ല. ഒരു തരത്തിൽ വെട്ടി വിഴുങ്ങലാണ് അവിടെ സംഭവിക്കുക. അത് മാറ്റണം. ഭക്ഷണം ആരോഗ്യത്തിന് ഒരു മരുന്നായി മാറണമെന്നുണ്ടെങ്കിൽ ബോധ്യത്തോടു കൂടി, ഒരു അവബോധത്തോടു കൂടി ഭക്ഷണം കഴിക്കണം. അടുത്തതായിട്ട്, നന്ദിയോടെ കഴിക്കുക. പലപ്പോഴും പണ്ടത്തെ ഒരു ശീലമായിരുന്നു. ആദ്യം പ്രാർത്ഥന ചൊല്ലുക, എന്നിട്ട് പരസ്പര സ്തുതി ചൊല്ലുക, എന്നിട്ട് ഒരു സന്തോഷത്തിൻ്റെ നന്ദിയോടെ ഭക്ഷണം കഴിക്കുക. ഇന്ന് ആ രീതിയൊക്കെ മാറിപ്പോയി. പ്രാർത്ഥന രീതിയൊന്നും ഇപ്പം ഇല്ല. പരസ്പരം സമാധാന ആശംസിക്കലൊന്നും ഇപ്പം ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഈ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മരുന്നായി മാറുന്നു. കാരണം നന്ദി ഹൃദയത്തിൽ നിറയുമ്പോൾ ശരീരത്തിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ ഉണ്ടാകുന്നു. ഈ ഹോർമോണുകൾ മൊത്തത്തിൽ നമ്മെ ഹാപ്പിയാക്കുന്നു. അങ്ങനെ നമ്മൾ ഹാപ്പി ആക്കപ്പെടുന്നൊരു പ്രോസസ്സ് സംഭവിക്കുന്നത് കൊണ്ട് ഈ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം ആരോഗ്യവും നമ്മിലേക്ക് അലിഞ്ഞു ചേരുന്നു.
ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ആരോ ഏതോ വയലിൽ വിത്തിട്ട് മറ്റാരോ വെള്ളമൊഴിച്ച് വളമിട്ട് ആരോ വളർത്തി വലുതാക്കി, ആരോ അതിൻ്റെ കനി എടുത്തു, പിന്നീട് ആരൊക്കെയോ ചേർന്ന് അത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തിച്ചു, അവസാനം നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുകയാണ്. എത്ര പേർക്ക് നന്ദി പറയണം? ആ നന്ദിയോടുകൂടി ഭക്ഷണം കഴിച്ച് നോക്കുക, ജീവിതത്തിന് ഒരു സ്വസ്ഥതയും സുഖവും വന്നു ചേരും. അടുത്തതായിട്ട്, നശിപ്പിക്കാതെ കഴിക്കുക. അതായത് വേസ്റ്റാക്കരുത്. നമ്മൾക്ക് വേസ്റ്റാക്കാൻ ഒരു അവകാശമില്ല. കാരണം നമ്മളിപ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി വയറ് നിറയും വരെ കഴിക്കുമ്പോൾ നിറഞ്ഞ വയറ് ഒരു സ്വപ്നമാക്കി മാറ്റിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണം ഒരു സ്വപ്നം മാത്രമാണ്, ഒരു കൊതി മാത്രമാണ്. അപ്പോൾ അവരെ ഓർത്തിട്ടെങ്കിലും ഭക്ഷണം നശിപ്പിക്കാതെ കഴിക്കണം. അടുത്തത്, നന്മയോടുകൂടി കഴിക്കണം. അതായത് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമൊന്നും പാടില്ല. എല്ലാത്തവരോടും നന്ദി, സ്നേഹം. ഈ വിരുന്നൂട്ടിയവരോടൊക്കെ സ്നേഹം. നമുക്ക് വേണ്ടി ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കിയ കൈപുണ്യമുള്ള അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് അവരോടുള്ള സ്നേഹാദരവോടുകൂടി ഭക്ഷണം കഴിക്കുക. സ്നേഹവും നന്ദിയും ഭക്ഷണത്തിൽ ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിരുന്നിൻ്റെ അനുഭവം നമുക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചു നോക്കുക. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം തീർച്ചയായിട്ടും മരുന്നായി മാറും. ഭക്ഷണം നമ്മെ ജീവൻ്റെ വഴിയിലൂടെ നയിക്കുകയും ചെയ്യും. നല്ല യാത്ര നേരുന്നു.